ഹലോ ഗൈസ്, ഞാൻ ഈ അടുത്ത് കടയിൽ പോയിട്ടേ ഇവാച്ചുവിനൊരു ചെരുപ്പ് മേടിച്ചു. ആഹാ, ഇവളീ ചെരുപ്പം വെച്ച് എന്നതിനെ എങ്ങനെ കാണിക്കുന്നേ? ഇവനെ ഞാനൊരു കഥ പറയാൻ വന്നാണേ, വേറൊന്നുമല്ല. ഇവനൊരു പാർട്ട്ണറുണ്ട്. പാർട്ട്ണർ ഇപ്പം വരുവേ. ഇതാണ് അവൻ്റെ പാർട്ട്ണർ. ടേണ്ടടേ ഏ എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ, എന്താ ഇങ്ങനെ? വേറൊന്നുമല്ല, നമ്മുടെ ഇവൻ ഞങ്ങൾ കുറേ ദിവസമായിട്ട് കണ്ടില്ല. അപ്പോൾ ഇവൻ എന്തിയെന്ന് ഞങ്ങളിങ്ങനെ തപ്പി നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തുണി മടക്കാൻ നോക്കിയപ്പോൾ തുണിയുടെ ഇടയിൽ കണ്ടു. വേറൊന്നുമല്ല, അറിയാതെ ഇവൻ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് പെട്ടുപോയി. വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് അറിയാതെ ഡ്രയറിൻ്റെ അകത്തും പെട്ടുപോയി. അങ്ങനെ 3-4 ദിവസത്തെ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടേ ഡ്രയറിൻ്റെ അകത്തുനിന്ന് എല്ലാം തുണിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ കിട്ടി. പാവം നോക്കുമ്പോൾ ഉണ്ടല്ലോ, അംഗവൈകല്യം വന്ന പോലെ കരിഞ്ഞുണങ്ങി, പൊക്കം എല്ലാം കുറഞ്ഞ് നീളം എല്ലാം കുറഞ്ഞ് ഒരുമാതിരി ആയിപ്പോയി പാവം. ഇപ്പം ഇവനെ കണ്ടിട്ടുണ്ട്, ഇവൻ്റെ പാർട്ട്ണർ ആണെന്നൊന്നും പറയത്തില്ല. ഇവൻ്റെ ചെറിയൊരു സഹോദരനോ അല്ലെങ്കിൽ അമ്മയുടെ വകയിലുള്ള ഒരു അനിയനോ ഒക്കെ ആയിട്ടല്ലേ പറയത്തുള്ളൂ. എനിവേ ഹിവാച്ചു സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഇവനെ ഒന്ന് കാണിക്കാം, എന്താവോ ഹിവാച്ചുവിൻ്റെ റിയാക്ഷൻ.